നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ വളരെ ചെറിയ കുട്ടികളാവട്ടെ, ടീനേജേഴ്സ് ആവട്ടെ, മധ്യവയസ്കരോ വയസ്സായവരോ ഒക്കെ ആവട്ടെ, നമുക്ക് വളരെ വെയിറ്റ് ലോസ് ഉണ്ടാകുകയും എന്ത് കഴിച്ചിട്ടും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ മെഡിക്കൽ അണ്ടർലൈൻ ഇഷ്യൂസ് കൊണ്ടാണ് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പം വെയിറ്റ് ലോസ് ഇതൊരു കീ സിംറ്റം ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ കൂടെ ഒത്തിരി സിംറ്റംസ് കൂടെ ഉണ്ടാവും. എന്നാലും കോമൺ ആയിട്ട് വെയിറ്റ് ലോസ് കണ്ടിട്ട് ഒത്തിരി അത് ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെയിറ്റ് ഗെയിൻ ടിപ്സ് ആണ് ഒത്തിരി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. നമ്മൾ ആലോചിക്കും ഭയങ്കര ഒബേസിറ്റി ഉള്ളതാണ് കൂടുതൽ, വെയിറ്റ് കുറയാനാണ് ആൾക്കാർക്ക് ഒത്തിരി ആഗ്രഹിക്കുന്നത്. പക്ഷേ വെയിറ്റ് കുറയാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയും വെയിറ്റ് കൂടാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. കാരണം നമ്മുടെ കമൻസിലും മെയിൽസിലും ഒക്കെ അത് വ്യക്തമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ വെറുതെ വെയിറ്റ് കൂടുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഹോം റെമഡീസ് നമ്മൾ ഓൾറെഡി ഒത്തിരി ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് അറിയിച്ചാൽ മാത്രമേ, അത് പരിഹരിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ആദ്യമേ തന്നെ ഞാൻ പറയാം, ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതുണ്ട്. നമ്മൾ മാതാപിതാക്കൾ മെലിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ മക്കളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരൊക്കെ മെലിഞ്ഞിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അവർ എത്ര കഴിച്ചാലും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ഒരു സർട്ടൺ ഏജ് കഴിയുമ്പോൾ, അതൊരു ആഫ്റ്റർ 30 years ഒക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ അവർക്ക് ഒരു വെയിറ്റ് ഗെയിൻ സംഭവിക്കും. എന്നിട്ടും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ടെക്നിക്സ് യൂസ് ചെയ്താൽ മതി. രണ്ടാമത്, ഇപ്പോൾ മെയിൻലി കാണുന്നത്, നമ്മളിപ്പോൾ ഒ പിയിലൊക്കെ നോക്കുമ്പോൾ തന്നെ ഒത്തിരി കാണുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെന്റൽ ഹെൽത്ത് ആണ് കേട്ടോ. അതിൽ തന്നെ സൈക്കോളജിക്കൽ ആൻഡ് സൈക്കാട്രിക് കണ്ടീഷൻസിലൊക്കെ വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്. ഡിപ്രഷൻ കുറേ കാലം നീണ്ടു നിന്നാൽ, താങ്ങാൻ പറ്റാത്ത മെന്റൽ ടെൻഷൻ കുറേ കാലം നീണ്ടു നിന്നാൽ, ആൻസൈറ്റി പോലത്തെ ഒരു നെർവസ്നെസ് കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ, അതുപോലെ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത മെയിൻലി ഡിപ്രഷനാണ് ഈ ഒരു അവസ്ഥയിലും വെയിറ്റ് ഗെയിൻ വരാതെ വെയിറ്റ് ലോസ് ആയിക്കൊണ്ടിരിക്കുന്നതും, അല്ലെങ്കിൽ ഒരു സർട്ടൺ ലോ വെയിറ്റിൽ തന്നെ നിൽക്കുന്നതും, കുറേ കാലം നിൽക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടുത്ത മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇത്തരം ആൾക്കാർക്ക് പ്രകടമായ സിംറ്റംസ് ഉണ്ടാവും. ഗട്ട് ഇഷ്യൂസ് ആണ് കേട്ടോ, നമ്മുടെ വയറിലുള്ള പ്രോബ്ലംസ് ആണ്. ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവാം ചില ആൾക്കാർക്ക്, കുറെ ക്രോണിക് ആയിട്ടുള്ള ഗ്യാസ് ഇഷ്യൂസ് ഉണ്ടാവാം ചില ആൾക്കാർക്ക് IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, കഴിച്ചപാടെ തന്നെ വയറ്റിൽ നിന്ന് നമുക്ക് പോകണമെന്ന് തോന്നുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ അൾസർ ഉണ്ടെങ്കിൽ, വയറ്റിൽ പുണ്ണുണ്ടെങ്കിലും വെയിറ്റ് ലോസ് സംഭവിക്കും കേട്ടോ. കറക്റ്റായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും ആഗിരണം ചെയ്യാതെ ദഹിക്കാതെ പുറന്തള്ളി പോകുന്നതുകൊണ്ടാണ് ഇത് പറ്റുന്നത്. അതുപോലെ ക്രോൺസ് ഡിസീസ്, സീലിയാക് ഡിസീസസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വെയിറ്റ് ലോസ് സംഭവിക്കും. പക്ഷെ മെയിൻലി അതൊക്കെ കുറച്ചും കൂടെ സീരിയസ് ഇഷ്യൂസ് ആണ്. അതിൻ്റെ സിംറ്റംസ് നമുക്ക് നേരത്തെ മനസ്സിലാവുകയും ചെയ്യും. എന്നാലും നമ്മൾ വെറും ഗ്യാസ്, ഹൈപ്പർ അസിഡിറ്റി എന്ന് വിചാരിച്ച് വിടുന്ന സിംറ്റംസ് ഉള്ള ഇഷ്യൂസ് ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ ഡിസീസസിൽ എന്തായാലും വെയിറ്റ് ലോസ് സംഭവിക്കും. അങ്ങനെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് വെയിറ്റ് ലോസ് ഉണ്ടായി, ക്ഷീണം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് തൈറോയിഡ് തന്നെയാണ്. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ഷുഗർ ഉണ്ടോ ആണെന്ന്. പ്രത്യേകിച്ച് ടൈപ്പ് 1 ഡയബറ്റീസിലൊക്കെ നമുക്ക് വെയിറ്റ് ലോസ് കോമൺ ആയിട്ടും കാണുന്ന ഒരു സിംറ്റം തന്നെയാണ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് വെയിറ്റ് ഗെയിൻ സംഭവിക്കാതിരിക്കും. എത്രയാണോ വെയിറ്റ് അതിൽ തന്നെ നിൽക്കുകയും കുറഞ്ഞു പോവും, അല്ലാതെ കൂടാനുള്ള സാധ്യത ഉണ്ടാവില്ല. അതുപോലെ സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഹോർമോണൽ റിലേറ്റഡ് ഇഷ്യൂസ് വെയിറ്റ് ലോസ് സംഭവിപ്പിക്കും എന്നുള്ളതാണ്. അതിലെ മെയിനായിട്ടും PCOD, ഓവറിക്ക് എന്തെങ്കിലും പ്രശ്നം, അതായത് തടിക്കുന്ന PCODയും ഉണ്ട്, മെലിഞ്ഞു പോകുന്ന രീതിയിലുള്ള സിംറ്റംസ് ഉള്ള PCODയും ഉണ്ട്. ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റ് നോക്കി അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസ് നിങ്ങൾ പ്രൊലോങ്ഡ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ, അത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളൊരു മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് സൈഡ് എഫക്റ്റ് ആയിട്ടൊക്കെ വെയിറ്റ് ലോസ് വരും. ഈ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഇതൊന്നും ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾ വീട്ടിൽ ഇപ്പം നെയ്യ് തിന്നിട്ടോ പഴം തിന്നിട്ടോ മുട്ട തിന്നിട്ടോ ഒക്കെ കാര്യമുള്ളൂ. ഈ ഒരു പ്രശ്നം, ആ അണ്ടർലൈങ് ആയിട്ടുള്ള ഡിസീസ് അല്ലെങ്കിൽ കണ്ടീഷൻ മാറിയാൽ മാത്രമേ വെയിറ്റ് ഗെയിൻ സംഭവിക്കുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്ര കഴിച്ചിട്ടും വെയിറ്റ് ഗെയിൻ സംഭവിക്കാത്ത ആൾക്കാർക്ക് വെയിറ്റ് ഗെയിൻ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് സ്ക്രീൻ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.